ആദ്യത്തെ ദിവസം എടുത്തപ്പോൾ അത്ര അങ്ങോട്ട് സെറ്റായില്ല, പിന്നെ എടുത്തപ്പോൾ ശരിയായി. എന്നാലും ഒരു 5 മിനിറ്റ് കൂടി ഇളക്കിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ എടുക്കുമ്പോൾ, രാത്രിയാണ് ഉണ്ടാക്കിയത്, പിറ്റേന്ന് എടുക്കുമ്പോൾ തന്നെ അത് ശരിയായേനെ. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന ഗീ മൈസൂർ പാക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. ഓൾറെഡി ഞാൻ മൈസൂർ പാക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. മൈസൂർ പാക്ക് ലഡുവൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് വീഡിയോ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്നാലും കുറച്ച് മറന്നുപോയെങ്കിലോ, 1-2 വർഷമായി ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് 1 വർഷമൊക്കെ ആയി ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ റെഫറൻസിന് വേണ്ടി നോക്കിയെന്നേ ഉള്ളൂ, ആ കുക്കിംഗ് ടൈമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. പിന്നെ അപ്പോൾ ഇനി ടാരോ റീഡിങ് എന്തെങ്കിലും കാണും, കിടന്നുറങ്ങും, ഇത് കഴിക്കും, കിടന്നുറങ്ങും. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അറിയാമല്ലോ, കുഞ്ഞു ചാനലല്ലേ, അതുകൊണ്ട്. പിന്നെ ഇന്നൊന്നും പഠിച്ചില്ല ആക്ച്വലി. ഡയറ്റീഷ്യൻ കോഴ്സ്, പിന്നെ എനിക്കിഷ്ടമുള്ള ടാരോ റീഡിങ്ങിൻ്റെ ആ മാമിനോട് വിളിച്ച് ചോദിച്ച്, മെസ്സേജ് ഇട്ട് ഇമെയിൽ അയച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്, കോഴ്സ് തരുമോ എന്നൊക്കെ, എങ്ങനെയാണെന്നൊക്കെ. ആരും നമുക്ക് ലൈഫ് ലോങ് കോഴ്സ് തരുന്നില്ല, അതാണ് പ്രശ്നം. അതായത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് അവർ തരില്ല. 30 ഡേയ്സ്, 1 മന്ത്, 2 മന്ത് അങ്ങനെയൊക്കെ തരുള്ളൂ. എനിക്കാണെങ്കിൽ കുറേ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ നേരം പഠിച്ചാലേ, റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി എടുത്താലേ കാര്യങ്ങൾ തലയിൽ നിൽക്കുകയുള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് തലയും വേണമല്ലോ. ടാരോ റീഡിംഗ് ഒക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ, ഫ്യൂച്ചർ പ്രഡിക്ഷൻ പോലെയല്ലേ. അതുകൊണ്ട് എനിക്ക് അത് കുറേ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരാളെ കോഴ്സ് എടുത്തു, പക്ഷേ അതങ്ങോട്ട് ക്ലിയർ ആയില്ല, കുറച്ചുകൂടി പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പുള്ളിക്കാരി റിപ്ലൈ തരുമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറച്ച് നേരം ഉറങ്ങി, എന്നാലും എനിക്കിഷ്ടമായി. ഉറങ്ങുന്നതും എനിക്കിഷ്ടമാണ്. ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങിയായിരുന്നു, അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചില്ല, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വ്ളോഗ് എടുത്തേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇന്ന് ജൂലൈ 3-ഓ 4-ഓ എങ്ങാണ്ടാണ് 2026. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്, പരത്തി അമ്മ നാളെ ഇങ്ങനെ വേവിച്ചെടുത്തോളും. അത് ഞാൻ രാവിലെ കഴിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ലെങ്കിൽ അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞു. കറിയൊക്കെ റെഡിയാണല്ലോ, സെറ്റാണ്. അപ്പോൾ അത്രയും വിശേഷങ്ങളാണ് ഇന്നുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ്. സാമ്പത്തികമായി ഭദ്രതയൊന്നുമില്ല, എന്നാലും നമുക്ക് ഇതിലൂടെയും ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നേക്കാമല്ലോ. എന്തായാലും ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഒരു മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ എന്നെ കെയർ ചെയ്യണതാണ് എനിക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയും ഗവൺമെൻറ് ജോലി വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയും ചെയ്യുന്നത്. ഗവൺമെൻറ് ജോലി പഠിച്ചാലും ഉടനെ ഒന്നും അങ്ങനെ അതിന് വേണ്ടി റഷ് ചെയ്തൊന്നും ഞാൻ പഠിക്കുകയില്ല. അത് ഉടനെ കിട്ടാനും സാധ്യത കുറവാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ, അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ, അതിലൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം അതിനനുസരിച്ച് ഗവൺമെൻറ് ജോലി വേണമെന്ന് തീരുമാനിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും അതിൻ്റേതായ വെബ്സൈറ്റ് ക്രിയേഷൻ, യൂട്യൂബ് ചാനൽ, ടാരോ റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡയറ്റീഷ്യൻ കോഴ്സ്, സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെ പോവും. ഞാൻ എന്നെ ആരും അനുകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ സിറ്റുവേഷൻ അതായതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഭയങ്കര ഇമോഷണലും സെൻസിറ്റീവും ഒക്കെയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇനി ഒരു വീഡിയോയിൽ കാണാം. എന്ന് ഷൂട്ട് ചെയ്യുമെന്നൊന്നും അറിഞ്ഞൂടെ, ഇല്ലെങ്കിൽ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ചാനലിൽ വീഡിയോ തന്നെ ചെയ്യാനാവുന്ന എനിക്ക് വലിയ താല്പര്യം ഇല്ലാതിരുന്നതാണ്. പിന്നെ 1-2 സബ്സ്ക്രൈബേഴ്സെങ്കിലും കൂടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കളയണ്ട, ഒരു വ്ളോഗ് ചാനൽ പോലെ കൊണ്ടുപോകാൻ വേണ്ടി ഇത് നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഇത് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.